ഹായ് ഓൾ, സേവന ഇൻഫോയുടെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാസ്പോർട്ടിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ പാസ്പോർട്ട് പുതിയതെടുക്കുമ്പോൾ അല്ലെങ്കിൽ റിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ണറുടെ, അതായത് ഹസ്ബൻഡ് വൈഫിൻ്റെ പേര് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ റൂൾ പ്രകാരം മാരേജ് സർട്ടിഫിക്കറ്റിന് പകരം പാസ്പോർട്ട് സേവാ പോർട്ടലിൽ ഒരു അനക്ഷർ ജെ എന്നൊരു ഫോം അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് അതിൽ നമ്മുടെ ഡീറ്റെയിൽ എല്ലാം എഴുതി അതിലൊരു കോളമുണ്ട്, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഫോട്ടോ ഒട്ടിക്കാം. ആ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഫോട്ടോ ആ കോളത്തിൽ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ആ ഒരു ഫോം പാസ്പോർട്ട് ഓഫീസിൽ സമർപ്പിച്ചാൽ നമുക്ക് ഇനി മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് പാസ്പോർട്ട് സേവ പോർട്ടലിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് അനക്ഷർ ജെ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ നമുക്ക് ആ ഫോം അവൈലബിൾ ആയിട്ട് കാണാം. പാസ്പോർട്ട് സേവ പോർട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഫോംസിൽ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അനക്ഷർ ജെ കാണാം. ഇവിടെ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ജസ്റ്റ് അനക്ഷർ ജെ എന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ അവിടെ ആ ഫോം അവൈലബിൾ ആയിട്ട് കാണാം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിക്ലറേഷൻ ഫോമാണ് അനക്ഷർ ജെ. അതിൽ ഫസ്റ്റ് നമ്മുടെ അപ്ലിക്കൻറ്റിൻ്റെ പേര് എഴുതുക, ശേഷം അപ്ലിക്കൻറ്റിൻ്റെ അഡ്രസ്സ്, ശേഷം ഈ അപ്ലിക്കൻറ്റ് ആരായിട്ടാണോ മാരീഡ് ആയിട്ടുള്ളത് അവരെ പേര് എഴുതുക. ശേഷം രണ്ടാമത്തേതിലും ദാറ്റ് മൈ പാസ്പോർട്ട് ടു ബി ഇഷ്യൂഡ് വിത്ത് മൈ സ്പൗസ് നെയിം. രണ്ടാമത്തെ ആ ഇതിലും സ്പൗസിൻ്റെ, അതായത് ആരാണോ കൂടെ മാരീഡ് ആയിട്ടുള്ള അവരെ പേര് എഴുതുക. ശേഷം ഈ ഒരു കോളത്തിൽ ജോയിൻ്റ് ആയിട്ടുള്ള ഫോട്ടോ, അതായത് ഹസ്ബൻഡിനും വൈഫിൻ്റെയും ഒരുമിച്ചുള്ള ഫോട്ടോ അതിൽ പതിച്ചതിന് ശേഷം രണ്ടുപേരും അതിൽ സെൽഫായി പേര് ചെയ്തിട്ട് സൈൻ ചെയ്താൽ മതി. നമ്മുടെ ഫോട്ടോയുടെ നമ്മുടെ ഫേസ് ഭാഗത്ത് പോകാതെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് സൈൻ ചെയ്താൽ മതി, പേര് ചെയ്തിട്ട് സൈൻ ചെയ്താൽ മതി. ശേഷം അപ്ലിക്കൻറ്റിൻ്റെയും അതേപോലെ വൈഫിൻ്റെയും അഡ്രസ്സും ആധാർ നമ്പറും ഡീറ്റെയിൽ എല്ലാം കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ്